നാട്ടിൽ വന്ന് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ കിണർ വൃത്തിയാക്കുക. നമുക്കിവിടെ കുറേ കൊച്ചു പിള്ളേരുണ്ട്. അവന്മാരെല്ലാം കൂടെ ഇറങ്ങിയല്ല കിണറെല്ലാം നീറ്റാക്കി അറച്ച് പോച്ചയും വേരുമൊക്കെ ആയിരുന്നു. എല്ലാം നല്ല ക്ലിയറായി അവരെല്ലാം തേച്ച് കഴുകി നല്ല ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ നമ്മുടെ കിണറ്റിനകത്തെ അഴുക്കുണ്ട വെള്ളം കണ്ടോ? കണ്ടോ അത്രയും അഴുക്കായിരുന്നു. എല്ലാ വർഷവും നമ്മൾ ഇറക്കുന്നതാണ്. പക്ഷേ കണ്ടോ വെള്ളത്തിൽ അഴുക്കുണ്ടോ? ഇത്രയും വെള്ളം നീറ്റാക്കി ക്ലീനായി പുതിയ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കണ്ടോ അടിപൊളി. കിണറിൻ്റെ ഉറവ കണ്ടോ? നല്ല കിണറെല്ലാം നീറ്റായി. മറ്റേ മൊത്തം കാട് പിടിച്ച് പോച്ചയും വേരും ഒക്കെ ആയിട്ട് കലഞ്ഞ് ഊരുമായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളം, നിറച്ചുറവയുണ്ട്, പെട്ടെന്ന് നിറയുന്നുണ്ട്. ഇങ്ങനെയാണ് കിണർ ക്ലീൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തോ കണ്ണാ ഇടുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ കരിക്കട്ട ഒക്കെ നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ഇനി ഇട്ട് കൊടുക്കും. എന്നിട്ട് നാളെ മുതൽ നമുക്ക് ഈ വെള്ളം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. കണ്ടില്ലേ ചേറുണ്ടായിരുന്നോ? ഇത്രയും ചേറുണ്ടായിരുന്നു. അതെല്ലാം കോരിക്കളഞ്ഞിട്ട് എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിക്കും. വേറെ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് കിണറെല്ലാം കഴുകി വൃത്തിയാക്കി. കിണറ്റിൽ വന്ന അഴുക്കുകളാണ് ഇതെല്ലാം. എല്ലാം വാരിക്കളഞ്ഞിട്ട് നല്ല സ്മൂത്തായി. അതുകൊണ്ട് ഈ സാധനം നമ്മൾ കിണർ ഇറച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കിഴി കെട്ടിയിടും. ഇതിൻ്റെ പേരെന്തോ സതീശ? ആലം എന്നാണ് പറയുന്നത്. നമ്മുടെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറായി ശുദ്ധിയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നാളെ നമുക്ക് വെള്ളം എടുത്ത് ഉപയോഗിക്കാം.